ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇവാലുവേറ്റ് ദി ലിമിറ്റ്. എന്താണ് ലിമിറ്റ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവാലുവേറ്റ് ദി ലിമിറ്റ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3x² - 5x + 4. എന്താണ് ഈ ഒരു ഫംഗ്ഷന്റെ? ഞാൻ ജസ്റ്റ് f of x is equal to 3x² - 5x + 4ന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ പോളിനോമിയൽ അല്ലേ? പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ ഫംഗ്ഷൻസിന്റെ പ്രത്യേകത എന്താണ്? പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ പ്രത്യേകത എന്താണ്? അതായത് നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നപ്പോഴാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന സാഹചര്യം എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, സോ ഈ രണ്ട് വാല്യൂ മാത്രം കിട്ടേണ്ടുള്ളൂ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട്. ഇത് രണ്ടും ഈക്വൽ ആവുന്ന സാഹചര്യത്തിലാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക. ഇത് രണ്ട് ഈക്വൽ അല്ലെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയില്ല. ഓക്കെ, ഇനി ഇത് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് എ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഈക്വൽ ആകുന്ന സമയത്താണ് എ എന്നുള്ളൊരു പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക. പോളിനോമിയൽ എവരിവെയർ കണ്ടിന്യൂസ് ആണ്, എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് പോളിനോമിയൽ ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ ഇവിടെ ലിമിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് 2. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ആണ്. സോ എഫ് ഓഫ് 2 കണ്ടുപിടിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കാരണം എന്താണ്? ഇറ്റ് ഈസ് എ പോളിനോമിയൽ ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. അത്തരം കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചത്. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? എഫ് ഓഫ് 2 എങ്ങനെ കാണുന്നു? എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 3 × 2² മൈനസ് 5 × 2 + 4. വാട്ട് ഈസ് 3 × 2²? ഇത് 4 ആണ്. 3 × 4 12 മൈനസ് 5 × 2 10 + 4. 12 - 10 2. 2 + 4 6. ഓപ്ഷൻ ബി. സോ ഈ ഒരു ഫംഗ്ഷൻ നോക്കുക. നേരത്തെ ചെയ്തതുപോലെയുള്ള ഒരു ഫംഗ്ഷൻ അല്ല. നേരത്തെ ചെയ്തൊരു പോളിനോമിയൽ ആയിരുന്നു. ആ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ആ ഫംഗ്ഷൻ ഏത് തന്നെ ആയിക്കോട്ടെ, ഒരു പോളിനോമിയൽ ആണല്ലോ. ലെറ്റ് ഇറ്റ് ബി എഫ് ഓഫ് എക്സ്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ കർവ് ഞാൻ വരച്ചിരിക്കുകയാണ്. മുകളിൽ കർവാണ്, എക്സ് ആക്സിസ് ആണത്. സോ അട്ട് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന്റെ കാര്യമാണ് തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞതല്ലേ. സോ പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിരിക്കും. ഈ ഒരു രീതിയിലുള്ള കർവ് ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നുള്ളത് എന്തായിരിക്കും? അതായത് എക്സിന്റെ വാല്യൂ ആദ്യം നമ്മൾ ഫോർ എക്സാമ്പിൾ എക്സ് ഈസ് ഈക്വൽ ടു 1 എടുക്കുന്നു. പിന്നെ എക്സ് ഈസ് ഈക്വൽ ടു 1.5, എക്സ് ഈസ് ഈക്വൽ ടു 1.99999, അങ്ങനെ 2 അടുത്തുള്ള വാല്യൂയിലേക്ക് സഞ്ചരിക്കുന്നു. 2 അടുത്തുള്ള വാല്യൂയിലേക്ക് സഞ്ചരിക്കുന്നു. ആ ഒരു സമയത്ത്, അതായത് എക്സ് ഈസ് ഈക്വൽ ടു 1ന്റെ സമയത്ത് ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് എഴുതുക. എഫ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കുന്നു. എക്സ് ഈസ് ഈക്വൽ ടു 1.5 എഫ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കുന്നു. എക്സ് ഈസ് ഈക്വൽ ടു 1.9 എഫ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കുന്നു. എക്സ് ഈസ് ഈക്വൽ ടു 1.99999, അങ്ങനെ 2 അടുത്തുള്ള വാല്യൂയിലേക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും അത്രത്തോളം എടുക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് നോക്കുന്നു. ഓക്കെ, അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2 അല്ല. എക്സ് ഈസ് ഈക്വൽ ടു 2നെ പറ്റി നോക്കുന്നതേ ഇല്ല, ശ്രദ്ധിക്കുന്നതേ ഇല്ല. എക്സിനോട് അടുക്കും തോറും എന്തായിരിക്കും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ? സോറി, എക്സ് ഈസ് ഈക്വൽ ടു 2നോട് അടുക്കും തോറും എന്താണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ? അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കും തോറും അതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഇനി ഇത് തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് വരികയാണ്. ഓക്കെ, അതായത് 2.5, എഫ് ഓഫ് 2.5, എഫ് ഓഫ് 2.2, എഫ് ഓഫ് 2.1, എഫ് ഓഫ് 2.0000001, അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ? സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കർവ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ താഴെ നിന്ന് 2ലേക്ക് സഞ്ചരിക്കും തോറും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അതുപോലെ തന്നെ ഇത്തരത്തിൽ എഫ് ഓഫ് 2ലേക്കായിരിക്കും സഞ്ചരിക്കുക. ഓക്കെ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിലും നമ്മൾ എക്സ് ആക്സിസിൽ 2ലേക്ക് സഞ്ചരിക്കും തോറും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അതിനനുസരിച്ച് എഫ് ഓഫ് 2ലേക്കായിരിക്കും സഞ്ചരിക്കുക. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഒരു ചെറിയൊരു ലൈൻ പോലെ ഇങ്ങനെ വരക്കാവുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ എഫ് ഓഫ് 2 എന്ന് പറയുവാനായിട്ട് സാധിച്ചു. എന്നാൽ ഇവിടെ നൽകിയിരിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ അത്തരത്തിലൊരു പോളിനോമിയൽ അല്ല. മാത്രമല്ല ഈ ഫംഗ്ഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എക്സിസ്റ്റ് പോലും ചെയ്യുന്നില്ല. സോ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x² - 9 / x - 3 പ്രൊവൈഡഡ് x not equal to 3. ഓക്കെ,
അത് കൊടുത്തിരിക്കണം. എക്സ് ഈസ് ഈക്വൽ ടു 3 ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എക്സ് ഈസ് ഈക്വൽ ടു 3 എന്താണ് വരിക? 0/0 എന്നുള്ള ഫോർമാറ്റിലാണ് വരിക. എഫ് ഓഫ് എക്സ് വിൽ ബി 0/0, അൺഡിഫൈൻഡ്, ഡിഫൈൻഡ് ഇല്ല. ഓക്കെ, ഡിഫൈൻഡ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യമാണ് x² - 9 എന്നുള്ളത് നമ്മുടെ ഒരു ഫോർമുല ഉണ്ടല്ലോ, a - a² - b² is equal to, sorry, a² - b² is equal to a - b into a plus b. ഓക്കെ, അതായത് ദിസ് ലിമിറ്റ് x tends to 3, x² - 9 വരെ x - 3 into, അതായത് 9 എന്നുള്ളത് 3² ആണല്ലോ. ഓക്കെ, സോ x - 3 into x plus 3 എന്ന് എഴുതിക്കൂടെ, ഡിവൈഡഡ് ബൈ x - 3 ഉണ്ട്. ഈ x - 3 x - 3 കട്ട് ചെയ്ത് കളയാൻ സാധിക്കില്ലേ? അങ്ങനെയാണ് ഇത് x plus 3 അല്ലേ. ഇനി എക്സിന്റെ വാല്യൂ 3 കൊടുത്തു കഴിഞ്ഞാൽ 3 plus 3 6 എന്ന ആൻസർ കിട്ടില്ലേ? കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. പക്ഷെ എന്തുകൊണ്ട് കട്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യം വന്നു? പക്ഷെ ഇവിടെ എന്തുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്നുള്ളത് x not equal to 3 എന്ന് പ്രത്യേകമായിട്ട് x is equal to 3 ഡിഫൈൻഡ് അല്ല എന്നുള്ള കാര്യം നമ്മൾ പറയുകയും ചെയ്തു. x is equal to 3 ഡിഫൈൻഡ് അല്ല, ഡിഫൈൻഡ് ആകണമെന്ന് പറയുന്നില്ല. ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് അത് ഡിഫൈൻഡ് ആകണമെന്ന് പറയുന്നില്ല. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? x is equal to 3 ഇത് കണ്ടിന്യൂസ് അല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു ഫംഗ്ഷന്റെ കർവ് എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, x is equal to 3 എന്ന് പറയുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒരു സർക്കിൾ അവിടെ ഇട്ടുണ്ട് വരും. അവിടെ അത് അങ്ങനെ ഒരു വാല്യൂ ഇല്ല. ഓക്കെ, അൺഡിഫൈൻഡ് ആണ്. ഓക്കെ, അവിടെ നമ്മൾക്ക് ഒന്നും തന്നെ കൊടുക്കാനായിട്ട് സാധിക്കില്ല. അവിടെ വേണമെങ്കിൽ എഫ് ഓഫ് എക്സ് ദിസ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, അതായത് ഈ ഒരു വാല്യൂ ലിമിറ്റ് x tends to 3, x - 3 into x plus 3 divided by x - 3 ഉണ്ടല്ലോ, അഥവാ x² - 9 divided by x - 3യുടെ 3യുടെ അടുത്തുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെ വാല്യൂ നമുക്കറിയാം 6. സോ ദിസ് ഈസ് ഈക്വൽ ടു 6 at x is equal to 3. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ സാധിക്കുകയുള്ളൂ? ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഉള്ളത്. കണ്ടിന്യൂറ്റി പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി അല്ലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റിയോടെ ഉണ്ടാകും. സോ ഇവിടെ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. നമ്മൾ ഇങ്ങനെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, സോ ഇവിടെ എന്തുകൊണ്ടാണ് x - 3 x - 3 കട്ട് ചെയ്യാൻ സാധിച്ചത്? നമ്മൾ പറഞ്ഞു ഇവിടെ ഇത്തരത്തിൽ ലിമിറ്റ് x tends to 3 എന്ന് പറയുന്ന സമയത്ത് രണ്ട് ലിമിറ്റുകളുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്? ലിമിറ്റ് x tends to, ഈ ഫോർമുല അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെ ഗ്രാഫിക്കൽ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് എക്സിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ x is equal to 3 അടുത്ത് കൊണ്ടുവരുന്നു. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അതിനനുസരിച്ച് മാറില്ലേ? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മാറും. അതങ്ങനെ പോയി എക്സിനോട് അടുക്കും തോറും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏത് വാല്യൂനോട് അടുക്കുന്നത്? അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുന്ന സമയത്ത് ഈ എക്സിന്റെ വാല്യൂ 3 അടുക്കും തോറും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏത് വാല്യൂനോട് അടുക്കുന്നത്? അങ്ങനെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഏത് വാല്യൂനോട് അടുക്കുന്നത് ആ വാല്യൂ ആയിരിക്കും എന്ത്? ആ ഒരു ലിമിറ്റ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ അവിടെ ഒരിക്കലും x is equal to 3 പോയിന്റിനെ പറ്റിയിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ലിമിറ്റിലാകെ ഈ ഒരു രണ്ട് കാര്യം, ലിമിറ്റ് x tends to 3 മൈനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? x is equal to 3 അല്ല, 3ക്ക് തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോയിന്റ്, അല്ലെങ്കിൽ 3ക്ക് തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഭാഗം, അത് മാത്രമേ നോക്കുന്നുള്ളൂ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്ന സമയത്ത് ലിമിറ്റ് x tends to 3 പ്ലസ്, ഓക്കെ, അതായത് എക്സിന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള പോയിന്റ്സ് മാത്രം കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് എക്സിന്റെ വാല്യൂ 3 അടുപ്പിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഈ ഒരു ലിമിറ്റ് കാണിക്കുന്നത്? എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് സഞ്ചരിക്കുന്ന ഇങ്ങോട്ടേക്കാണ്. അങ്ങനെയാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് x is equal to 3 എടുക്കുന്നില്ലല്ലോ. ലിമിറ്റ് കാണുന്ന സമയത്ത് x is equal to 3 വാല്യൂ എടുക്കുന്നില്ല. ലിമിറ്റ് x tends to 3 എന്ന് പറയുന്ന സമയത്ത് x is equal to 3 തൊട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള വാല്യൂസ് മാത്രം കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും. സോ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് x - 3 എന്നുള്ളത് x is equal to 3 അടുത്തോട്ട് എത്തും തോറും 0 എടുക്കും. x - 3 എന്നുള്ളത് 0 എടുക്കും. പക്ഷെ അത് 0 ആകണമെന്നുണ്ടെങ്കിൽ x is equal to 3 ആകുന്ന സമയത്ത് മാത്രമാണ്. അതല്ലാതെ 0 അടുത്തുള്ള, ഫോർ എക്സാമ്പിൾ 0.0000000 ഒരുപാട് 0 കഴിഞ്ഞിട്ട് 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നു. അങ്ങനെ എപ്പോഴും കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എഫ് ഓഫ് എക്സ് എഴുതിയ സമയത്ത് പറഞ്ഞത് x is equal to 3 എന്നുള്ള പോയിന്റ് അത് ഡിഫൈൻഡേ അല്ല. ഓക്കെ, ഇത്രയും മാത്രമാണ് പറയുന്നതെങ്കിൽ എഫ് is equal to 3 എന്നുള്ള പോയിന്റിൽ അത് ഡിഫൈൻഡേ അല്ല. അതുകൊണ്ട് ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് x not equal to 3 എന്ന് കൊടുത്തേ പറ്റൂ. കാരണം x is equal to 3 ഇത് 0/0 ആണ്. ഇറ്റ് ഈസ് അൺഡിഫൈൻഡ്. ഓക്കെ, ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആണ്. പ്രത്യേകമായിട്ട് വേണമെങ്കിൽ അവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാകും. ബാക്കി സ്ഥലത്ത് കുഴപ്പമില്ല.
അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാകും. ഡിസ്കണ്ടിന്യൂറ്റി റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏത് വാല്യൂ ആണോ ആ വാല്യൂ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ക്യാൻ ബി റിമൂവ്ഡ്. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ എന്താണ് കിട്ടുന്നത്? നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 3 കൊടുക്കുന്ന സമയത്ത് 6 എന്ന് കിട്ടുന്നതാണ്. ഇതൊരു വഴി. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ആദ്യത്തെ പ്രോബ്ലംസ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പെട്ടെന്ന് തന്നെ കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. മറ്റൊരു മെത്തേഡ് കൂടി ഉണ്ടല്ലോ. ഡെറിവേറ്റീവ്സ് അറിയാമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള മറ്റൊരു സിമ്പിൾ മെത്തേഡ് ലോപിത്താൻ റൂൾ വെച്ച് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 നമ്മൾ നോക്കുന്ന ആദ്യം എക്സ് ഇസ് ഈക്വൽ ടു 3 കൊടുക്കുന്നു. എപ്പോഴും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യമുണ്ട്, ചാടി കയറി ചെയ്യാൻ പറ്റില്ല. ഏത് സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുക? 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി, 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി വരുന്ന സമയത്ത് ചെയ്യാം. സോ ഇവിടെ എന്താണ് കിട്ടുക? 0/0 എന്ന് കിട്ടുന്നുണ്ടല്ലേ. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് 2x - 0. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. ഓക്കെ, 1 - 0 വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 3 2x and 2x is a polynomial. Polynomial is continuous everywhere. So this is equal to എന്താണ്? ഇനി എക്സിന് എന്ത് കൊടുക്കാം? 3 കൊടുക്കാം. സോ 2 × 3 which is equal to 6. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം, മുകളിൽ ഉള്ള പോലെ രീതിയിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഫൈൻഡ് ദി ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5x² - 3 ഡിവൈഡഡ് ബൈ 2x² + 7x is equal to 5/2 എന്ന് കിട്ടും. അതാണ് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. അതായത് ഇത്തരത്തിൽ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി വരുന്ന സമയത്ത് നമ്മൾക്ക് ആകെ 2-3 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? ന്യൂമറേറ്റർ നോക്കുക. ജസ്റ്റ് ഞാൻ പ്രത്യേകമായിട്ടൊന്ന് എഴുതാം. 5x² - 3 ഡിവൈഡഡ് ബൈ 2x² + 7x. ഓക്കെ, ഇത്തരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദിസ് ഈസ് ഈക്വൽ ടു, പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളുടെ മനസ്സിലുണ്ടാകണം. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിമിലർ ആയിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളത് ചെയ്യണം. ഓക്കെ, ഇതിന്റെ ഒരു പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റണം. സോ 5x² - 3 എന്ത് ചെയ്യുന്നു? അതായത് ഹയസ്റ്റ് ഈ എക്സിന്റെ പവർ നോക്കുക. ഇവിടെ എക്സിന് x⁻1 ഉണ്ട്, ഇവിടെ x² ഉണ്ട്. അപ്പോൾ മുകളിലും താഴെ എന്തുണ്ട്? x² ഉണ്ട് അല്ലേ? രണ്ടൊന്നും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ന്യൂമറേറ്ററിൽ നോക്കുക. ന്യൂമറേറ്ററിൽ ഹയസ്റ്റ് പവർ എത്രയാണ്? x². ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് പവർ എത്രയാണ്? x² തന്നെ. രണ്ടും ഈക്വൽ ആണ്. അങ്ങനെ രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? x² നമുക്ക് വെളിയിലേക്ക് എടുക്കാം. രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഹയസ്റ്റ് പവർ ഇത്തരത്തിലുള്ള എക്സിന്റെ ഹയസ്റ്റ് പവർ x² ആണ്, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആയിട്ട് x⁻3. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ x² x⁻3 എന്ന് കൊടുക്കാമായിരുന്നു. മുകളിലും താഴെയും x⁻3 തന്നെ. അങ്ങനെയാണെങ്കിൽ 5/2 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ന്യൂമറേറ്ററിന്റെ ആ ഒരു കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള ഒരു കോഎഫിഷ്യന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 8x³ + 2x² + 3 ഡിവൈഡഡ് ബൈ 4x³ + 8x² + 2 എന്ത് കിട്ടും? ആൻസർ വിച്ച് ഈസ് ഈക്വൽ ടു, പറഞ്ഞതുപോലെയാണെങ്കിൽ ഹയസ്റ്റ് x³ താഴെ x³ എന്താണ് ചെയ്യുക? 8/4 വിച്ച് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി സപ്പോസ് ഇതിന് പകരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ ഇതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിൽ വരണമെന്നില്ലല്ലോ. x³ പകരം താഴെയുള്ളത് ഫോർ എക്സാമ്പിൾ 16x² + 2x + 3 ആണെന്ന് എഴുതുക. എന്തായിരിക്കും സംഭവിക്കുക? ഫ്ലിപ്പ് നോക്കുക. ന്യൂമറേറ്ററിലുള്ളത് എന്താണ്? ഹയസ്റ്റ് പവർ എന്താണ്? x³. ഡിനോമിനേറ്ററിലുള്ളത് എന്താണ്? ഹയസ്റ്റ് പവർ x². അപ്പോൾ ന്യൂമറേറ്ററിലുള്ളതല്ലേ വലുത്? ന്യൂമറേറ്ററിലുള്ളത് എന്താണ്? വലുത് മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? പവർ കൂടുതലതിനാണ്, മുകളിലുള്ളതിനാണല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മൾ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലുള്ള വാല്യൂ ഡിനോമിനേറ്ററിനേക്കാൾ വളരെയധികം വേഗത്തിൽ വലുതായിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി ഇവിടെ x² പകരം x⁻4 ആയിരുന്നെങ്കിലോ? ന്യൂമറേറ്ററിലെ ചെറിയ പവറും ഡിനോമിനേറ്ററിലെ വലിയ പവറും വരും അല്ലേ. അപ്പോൾ എന്താണ് സംഭവിക്കുക? താഴെയുള്ള വാല്യൂ, ഡിനോമിനേറ്ററിലുള്ള വാല്യൂ മുകളിലുള്ളതിനേക്കാൾ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ലിമിറ്റ് എന്താണ് പറ്റുക? ലിമിറ്റ് എങ്ങോട്ടേക്ക് പോകും? 0ലേക്ക് പോകും. ഓക്കെ, ഇത്തരത്തിൽ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. പിന്നെ ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ ആയിരുന്നെങ്കിലോ? -∞ ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ x³ ന്യൂമറേറ്ററിൽ x⁻4 ഡിനോമിനേറ്ററിൽ എന്താണ് സംഭവിക്കുക? 0 തന്നെ.
0 തന്നെ, വ്യത്യാസം വരുന്നില്ല. പക്ഷേ ഇവിടെ എക്സ് റേസ് ടു 5 ആയിരുന്നു എന്ന് കരുതുക. ഓക്കെ, 8 into x raised to 5 plus 2x square plus 3 divided by 16 x raised to 4 plus 2x plus 3 അങ്ങനെ ആയിരുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റിക്ക് പകരം ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ ഇൻഫിനിറ്റി എഴുതരുത്. ഓക്കെ, ഇവിടെ ന്യൂമറേറ്ററിന്റെ പവർ നോക്കുക. പവർ എന്താണ് സംഭവിക്കുന്നത്? അതൊരു ഓഡ് നമ്പർ കൂടിയായി. ഓഡ് ആയിരിക്കുമോ? എക്സിന്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എക്സ് റേസ് ടു 5ന്റെ വാല്യൂ എന്തായിരിക്കും? മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. താഴെ എക്സ് റേസ് ടു 4ന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് റേസ് ടു 4ന്റെ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരിക? നെഗറ്റീവ് സൈൻ വരുമോ? ഇവിടെ എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം എന്ത്, ഇൻഫിനിറ്റി എന്ന് പറയാം. ഇവിടെ അത് ഇൻഫിനിറ്റി ആകുമോ? ഇല്ല. എന്താണ് സംഭവിക്കുക? ഈ എക്സ് റേസ് ടു 4ന്റെ, അതായത് ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് പവർ മാത്രം നോക്കിയാൽ മതി. ഹയസ്റ്റ് പവർ നോക്കിയാൽ മതി. ഓക്കെ, ഹയസ്റ്റ് പവർ എന്താണ് സംഭവിക്കുക? പോസിറ്റീവായിട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകും. എന്നാൽ അതിനേക്കാൾ വലിയ പവർ ഉണ്ട് ന്യൂമറേറ്ററിൽ എക്സ് റേസ് ടു 5ന്. ആ ഒരു വാല്യൂ പക്ഷേ ഇവിടെ എക്സ്റ്റെൻസ് ടു മൈനസ് 50 ആയതുകൊണ്ട് അത് മൈനസ് 50യിലാണ് പോവുക. സോ പവർ ഹയസ്റ്റ് ഉള്ളത് ഏതാണ്? ന്യൂമറേറ്ററിലുള്ളതാണ്. അതുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് വരിക. ഓക്കെ, ഇനി സപ്പോസ് എക്സ് റേസ് ടു 3 ആയിരുന്നെങ്കിലോ, ഡിനോമിനേറ്ററിൽ എക്സ് റേസ് ടു 3 ആയിരുന്നെങ്കിലോ, അപ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ അത് പോസിറ്റീവ് ആവും അല്ലേ? കാരണം മുകളിലാണ് പവർ കൂടുതൽ, പക്ഷെ മുകളിലുള്ളത് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, താഴെയുള്ളത് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായിട്ട് വാല്യൂസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂസ് വരും, പക്ഷെ അത് ക്യാൻസൽ ചെയ്ത് പോകും, എന്നിട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി ആവുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. ചാടിക്കറി ആൻസർ പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇവിടെ ഇതിൻ്റെ ഒരു പ്രൂഫിലേക്ക് ഒന്ന് കിടക്കാം. എങ്ങനെയാണിത് പറയാൻ സാധിക്കുന്നത്? കാരണം സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഓക്കെ ഓഫ് ദിസ് ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി. എക്സ് സ്ക്വയർ വെളിയിലേക്ക് എടുത്തൂടെ? എക്സ് സ്ക്വയർ വെളിയിലേക്ക് എടുക്കാം. ന്യൂമറേറ്ററിൽ മാത്രമല്ല ഡിനോമിനേറ്ററിൽ ഇടുക. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലെ വാല്യൂ എന്താകും? 5 - 3/x സ്ക്വയർ ഡിവൈഡ് ബൈ ഇവിടെ 2 പ്ലസ് 7/7x ഓൾറെഡി ഉണ്ട്, ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ചെയ്യുന്ന സമയം 7x ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്നുള്ളത് 7/x ആവും. ഓക്കെ, ഇത് കട്ട് ചെയ്ത് പോകുന്നു, 0ലേക്ക് ഇൻഫിനിറ്റിയിലേക്കല്ലേ പോകുന്നത്. സോ കട്ട് ചെയ്ത് കളയാം. പോസിറ്റീവ് വാല്യൂ അല്ലേ വരുന്നത്? പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ, 0 വരുന്നില്ലല്ലോ, കട്ട് ചെയ്ത് കളയാം. ഓക്കെ, എന്തായാലും കട്ടായി പോവും. ഇനി ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടുക? ഈ ഒരു വാല്യൂ എന്തായിരിക്കും? എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ -3/x സ്ക്വയർ എന്നുള്ളത് ഇൻഫിനിറ്റി 0യിലേക്ക് പോകും, 7/x എന്നുള്ളത് 0യിലേക്ക് പോകും. അപ്പോൾ ആകെ അവശേഷിക്കുന്നത് 5ഉം 2ഉം മാത്രമാണ്. ഓക്കെ, ഹെൻസ് 5/2. ഈ രീതിയിൽ നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ എക്സ് മൈനസ് ഇൻഫിനിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള പോളിനോമിയൽസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വന്നു കഴിഞ്ഞാൽ, അതല്ലാതെ എന്താണ് വഴി? നമുക്ക് എപ്പോഴും ഒരു ചോയ്സ് കൂടി ഉണ്ടാവും. നമ്മളുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. എക്സാമ്പിളിൽ അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റുക, ഏത് മെത്തേഡായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എന്നല്ല, ഏത് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴിയേക്കാൾ എളുപ്പമുള്ളൊരു വഴി മറ്റൊന്നുണ്ടാകാം, അത് മറ്റൊരാളെ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും അവിടെ ശരി ഉത്തരം കിട്ടും, രണ്ടുപേർക്കും മാർക്കും കിട്ടും. പക്ഷേ ഒരാൾ ചെയ്തത് മറ്റൊരാൾ ചെയ്തതിനേക്കാൾ കുറഞ്ഞ സമയത്തിലായിരിക്കും. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ മാർക്ക് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം തന്നെ കൊടുക്കാൻ പറ്റേണ്ടതുണ്ട്. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് സ്പീഡ് ആൻഡ് ആക്യുറസി എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കണം, ആൻസർ ചെയ്യാതിരിക്കണം. സ്പീഡ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റണം, സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാനായിട്ട് പറ്റണം. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാം. പ്രൈവറ്റ് എന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ പിന്നെ ലോപ്പിസർ റൂൾക്ക് അപ്ലൈ ചെയ്യാം. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണല്ലോ വരുന്നത്, ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി ഫോമിലല്ല വരുന്നത്, എക്സ്റ്റെൻഷൻ ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി, ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ fx സ്ക്വയർ മൈനസ് 3 ഡെറിവേറ്റീവ് എന്താണ്? 5 × 2x, അഥവാ എങ്ങനെയാണ് എഴുതാം? 5 × 2x മൈനസ് 0 ഡിവൈഡ് ബൈ 2 × 2x പ്ലസ് 7. ഇപ്പോൾ എന്താണ് പറ്റിയത്? വീണ്ടും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ് അല്ലേ. 10x ഡിവൈഡ് ബൈ 4x പ്ലസ് 7 എന്നുള്ളതാണ്. ഓക്കെ, സോ
അത്തരത്തിൽ ലോപിത്തൽ റൂൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ വീണ്ടും എന്താ വന്നിരിക്കുന്നത്, എത്ര പ്രാവശ്യം അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 0/0 ഇൻഫിനിറ്റി ഫോം കാണുന്നിടത്തോളം നമുക്ക് അപ്ലൈ ചെയ്യാം. ദിസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി ഇതിപ്പോൾ 10x ഡിവൈഡഡ് ബൈ 4x + 7 എന്നുള്ള ഫോർമാറ്റിലാണ്. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ഫോർമാറ്റ് ആവും. സോ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, ലോപിത്തൽ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് റേസ് ചെയ്യുകയാണ്. ലോപിത്തൽ റൂൾ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. സോ എഗെയിൻ ന്യൂമറേറ്ററിന്റെ എത്ര പ്രാവശ്യം വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 0/0 ഇൻഫിനിറ്റി ഫോം ഇങ്ങനെ കിട്ടും തോറും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 10 ഡിവൈഡഡ് ബൈ 4. ദിസ് ഈസ് ഈക്വൽ ടു 10/4 എന്നുള്ള എന്താണ്, എല്ലാം ഇപ്പോഴും 10/4 തന്നെ, വിച്ച് ഈസ് ഈക്വൽ ടു 10 divided by 2 5, 4 divided by 2 2, 5/2. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. റാഷണലൈസ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ടല്ലേ, ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്ത് ഇത്തരത്തിൽ സ്ക്വയർ റൂട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യുക, അപ്പോൾ എന്താണ് അവിടെ അപ്ലൈ ചെയ്യുക, അവിടെ എന്ത് കോൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് a+b, അതായത് a - b × a+b അല്ലെങ്കിൽ a+b × b is equal to a² - b². അങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ സ്ക്വയർ റൂട്ടിനെയൊക്കെ ആദ്യം തന്നെ നോക്കുക, ആദ്യം തന്നെ ചാടി കയറി നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിലേക്ക് പോകരുത്. ആദ്യം തന്നെ എക്സ് 0 ആയിട്ട് കൊടുത്തു നോക്കുക. അപ്പോൾ എന്താണ് പറ്റുന്നത് നോക്കുക. ഇവിടെ എന്താണ് പറ്റുക, 0 + 1 1 കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 1 - 1 ഡിവൈഡ് ബൈ 0 0/0 ഫോർമാറ്റ് ആണ്. അപ്പോൾ 0/0 ഫോർമാറ്റ് ആണെങ്കിൽ ലോപിത്തൽ റൂൾ അപ്ലൈ ചെയ്യാമോ? ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. റൂട്ട് ഓഫ് x + 1ന്റെ ജസ്റ്റ് ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇനി ഈ ഒരു -1ന്റെ എന്തായിരിക്കും ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 ആണ്. ഇനി മുകളിലുള്ള ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. റൂട്ട് ഓഫ് x + 1. റൂട്ട് ഓഫ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്, വിത്ത് റെസ്പെക്ട് ടു y, വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കുക അല്ലേ, അതായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് ഇറേസ് ചെയ്യുകയാണ്. 1 divided by എന്നാണോ, x raised to 1/2 അല്ലേ ഇത്. x raised to n ഡെറിവേറ്റീവ് അറിയാമല്ലോ, n × x raised to n - 1. സോ ഡെറിവേറ്റീവ് x raised to 1/2 എന്താണ്, 1/2 × x raised to 1/2 - 1, which is equal to 1/2 × x raised to -1/2 അഥവാ 1 divided by x raised to 1/2 അഥവാ √x. ഓക്കെ, 1/2 √x. അങ്ങനെ പഠിച്ചു നോക്കണം ഡയറക്റ്റ് ആയിട്ട് 1/2 √x എന്നുള്ള കാര്യം. സോ ഇവിടെ നമുക്ക് എന്താ ചെയ്യുക, ഇവിടെ x അല്ല, ഇവിടെ x + 1 ആണ്. അപ്പോൾ x + 1 ടൈംസ് എഴുതേണ്ടി വരും. 1 divided by 2 √x + 1. ഓക്കെ, ജസ്റ്റ് അത്ര സിമ്പിൾ ആണ്. ജസ്റ്റ് എക്സിന് വരും x + 1 എഴുതുന്നു. അപ്പോൾ എന്താണ് പറ്റുക, ദിസ് ഈസ് ഈക്വൽ ടു, ഇനി x ടെൻസ് ടു 0 കൊടുത്തേ, 1 divided by 2 സ്ക്വയർ റൂട്ട് ഓഫ് 0 + 1 എന്താണ് കിട്ടുക, 1. സോ 1 divided by 2 × സ്ക്വയർ റൂട്ട് ഓഫ് 1 അഥവാ 1 divided by 2 × 1 which is equal to 1 divided by 2. ഇങ്ങനെയും ചെയ്യാം, റാഷണലൈസ് ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ, റാഷണലൈസേഷൻ മെത്തേഡും എളുപ്പം തന്നെയാണ്, അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. ഇദ്ദേഹത്തെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് ഡെറിവേറ്റീവ്സ് ഓർമ്മയുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയും ചെയ്യാം. സോ റാഷണലൈസ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ലിമിറ്റ് എക്സ് ടെൻസ് 0. ഇവിടെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് x + 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് x + 1 -1 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, സ്ക്വയർ റൂട്ട് ഓഫ് x + 1 + 1 വെച്ചിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഈ ഒരു ഭാഗം എന്ത് വരും, a - b × a + b, a² - b². 1² എന്നുള്ളത് 1 തന്നെ. ഓക്കെ, ഡിവൈഡഡ് ബൈ x √x + 1 + 1. ഓക്കെ, +1. ഇപ്പോൾ ഇവിടെ 0 ആവില്ല, 0 ആകുമോ, 0 ആകുമോ, വീണ്ടും ഇവിടെ 0 ഉണ്ടല്ലേ, ഈ 0ക്ക് എന്താ പറ്റുക, സോറി 0 അല്ല, x ഉണ്ട് ഇവിടെ. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ന്യൂമറേറ്ററിൽ ഇവിടെ ഒരു എക്സ് ഉണ്ടല്ലേ, ആ എക്സ് ആയിരിക്കും കട്ട് ചെയ്ത് പോവാം. റൂട്ട് ഓഫ് x + 1 + 1. ഓക്കെ, ഇത് കട്ട് ചെയ്യാമോ, എക്സ് ടെൻസ് ടു 0, x ഈക്വൽ ടു 0 വരുന്ന സമയത്ത് കട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, x ഈസ് ഈക്വൽ ടു 0 വരുന്ന സമയത്ത് കട്ട് ചെയ്യാൻ പാടില്ല. x ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിലോ,
ഈ ഫംഗ്ഷൻ ഈ ഒരു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഈ എഫ് ഓഫ് എക്സ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത പോലെ എക്സ് ഈക്വൽ ടു 0 ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. എക്സ് ഈക്വൽ ടു 0 കട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എക്സ് ടെൻസ് ടു 0 വരുന്ന സമയത്ത് കട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു 0 എടുക്കുന്നില്ല, തൊട്ട് മുന്നേ ഉള്ളതും അതിന് തൊട്ട് ശേഷമുള്ള വാല്യൂസ് അത്ര എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് കട്ട് ചെയ്യാം. സോ 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ആണ്. ഇനി എക്സ് ടെൻസ് ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പറ്റുക? സ്ക്വയർ റൂട്ട് ഓഫ് 0 പ്ലസ് 1 അഥവാ സ്ക്വയർ റൂട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 1 അഥവാ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 1 അഥവാ 1/2. അഗെയിൻ 1/2 തന്നെ കിട്ടും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x സ്ക്വയർ അഥവാ 1/0 സ്ക്വയർ അല്ലെങ്കിൽ 1/0. 1/0 എന്താണ്? 1/0 എന്താണ്? നോട്ട് ഡിഫൈൻഡ്. അത് ഡിഫൈൻഡ് അല്ല. 1/0 ഇസ് നോട്ട് ഡിഫൈൻഡ്, അല്ലെങ്കിൽ അൺഡിഫൈൻഡ്. ഇത് അൺഡിഫൈൻഡ് ആണ്. എന്താ പ്രശ്നം ഇവിടെ? എക്സിന്റെ വാല്യൂ 0 അടുക്കും തോറും 1/x സ്ക്വയറിന്റെ വാല്യൂ എന്താന്ന് ചോദിച്ചിട്ടുള്ളൂ. എക്സ് ഈക്വൽ ടു 0 എന്ന സമയത്ത് 1/x സ്ക്വയറിന്റെ വാല്യൂ എന്താണെന്നല്ല ചോദിച്ചിരിക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, എക്സ് ഈക്വൽ ടു 0 എന്ന സമയത്ത് 1/x സ്ക്വയറിന്റെ വാല്യൂ എന്താണെന്നല്ല ചോദിച്ചിരിക്കുന്നത്. എക്സിന്റെ വാല്യൂ 0 അടുക്കും തോറും, അത് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും അടുക്കും തോറും 1/x സ്ക്വയറിന്റെ വാല്യൂ എന്തായിരിക്കും? 1/x സ്ക്വയറിന്റെ വാല്യൂ എങ്ങോട്ടേക്ക് സഞ്ചരിക്കും? എക്സ് സ്ക്വയറിന്റെ വാല്യൂ ചെറുതാകും തോറും 1/x സ്ക്വയറിന്റെ വാല്യൂ എന്താകും? ഇൻഫിനിറ്റിയിലേക്ക് പോലെ. സോ ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി, ഓപ്ഷൻ ഡി. ഇനി മറ്റൊന്ന് ചോദിച്ചോട്ടെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x ക്യൂബോ? എന്താ സംഭവിക്കുക? ഇത് ഇതുപോലെ തന്നെ ഇൻഫിനിറ്റിയിലേക്ക് പോകുമോ? ഈ ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആണ്. എക്സ് ഈക്വൽ ടു 0. ഓക്കെ, നേരത്തെ പറഞ്ഞ 1/x സ്ക്വയർ അൺഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞാൽ ഇതും അൺഡിഫൈൻഡ് ആണ്. പക്ഷെ ഇവിടെ ലിമിറ്റ്, ഇവിടെ നമ്മൾ 0 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു. ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ സംഭവിക്കുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് 1/x ക്യൂബ് വിൽ ബി ഈക്വൽ ടു, അതായത് ഇത് 0, എക്സിന്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ 0 അടുത്തുകൊണ്ട് വരികയാണ്. ഓക്കെ, 0 അടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ അടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 0ന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് എന്തായിരിക്കും? -2, -1, -0.5 നെഗറ്റീവ് വാല്യൂസ് അടുത്തടുത്തടുത്ത് ഇങ്ങനെ വരികയാണ്. ഇവിടെ x⁻³ ആണ് ഡിനോമിനേറ്ററിലുള്ളത്. സോ 1 ഡിവൈഡഡ് ബൈ എ നെഗറ്റീവ് വാല്യൂ വിച്ച് ഇസ് സോ ക്ലോസ് ടു 0. ഓക്കെ, അതായത് ഇനി ഈ ആ വാല്യൂ എന്നുള്ളത് 0ന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ പറഞ്ഞേ, -0.0000 ലക്ഷക്കണക്കിന് 0 കഴിഞ്ഞ് 1 വന്നു കഴിഞ്ഞാലും എന്താണ്? ഇത് 0 ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് വാല്യൂ ആവുകയാണ്. ആ വാല്യൂ ഞാൻ ഇവിടെ ഡിനോമിനേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ 1/x³ എന്നുള്ളത് എന്തായിരിക്കും? ലാർജ് വാല്യൂ ബട്ട് വിത്ത് എ നെഗറ്റീവ് സൈൻ, അല്ലേ? സോ ദ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വിൽ ബി -∞. വാട്ട് അബൌട്ട് ദി റൈറ്റ് ഹാൻഡ് ലിമിറ്റ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നുള്ളത് എന്തായിരിക്കും? സെയിം കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക. x³ എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കും, സെയിം തന്നെ. അതായത് 0.0001 എന്നുള്ള വാല്യൂ എടുക്കുക. എക്സിന് അടുത്തുള്ള 0ക്ക് തൊട്ട് റൈറ്റ് സൈഡിലുള്ള വാല്യൂ, ദാറ്റ് വാല്യൂ ഇസ് പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ x³ എന്നുള്ളത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. പക്ഷേ 0ന്റെ അടുത്തുള്ളൊരു പോസിറ്റീവ് വാല്യൂ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ x³ എന്നുള്ളത് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ലിമിറ്റ് ഡസന്റ് എക്സിസ്റ്റ്. ഓക്കെ, ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ലിമിറ്റ്. ഓക്കെ, ചെറിയൊരു വ്യത്യാസം വരുത്തിയുള്ളൂ, പക്ഷെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് മാറി. ഓക്കെ, അപ്പോൾ ഇത്തരത്തില് x² വന്നാൽ കുഴപ്പമില്ല, x⁴ വന്നാൽ കുഴപ്പമില്ല. ഇവിടെ അത്തരത്തിൽ ഈവൻ പവേഴ്സ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരില്ല. ഈ കോൺസെപ്റ്റ് ആണ് നോക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുന്നു, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുന്നു, അത് ഈക്വൽ ആകുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലിമിറ്റ് x → 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0. നമ്മൾ സാധാരണ രീതിയിൽ ലിമിറ്റ് x → 0 എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുക? എക്സിന്റെ വാല്യൂ 0 എടുക്കുന്നു ചിന്തിക്കുന്ന സമയത്ത് പോസിറ്റീവ് വാല്യൂസ് ആണ് നമ്മൾ മനസ്സിലേക്ക് വരിക. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ റൈറ്റ് സൈഡിലുള്ള വാല്യൂ എടുക്കണം. ഇപ്പോൾ x → 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എക്സിന്റെ വാല്യൂ 4.9999 അങ്ങനെ 5ലേക്ക് വരുന്നു ഒരു കേസ്, അതുപോലെ 5ലേക്ക് വരുന്ന കേസ്, പിന്നെ അതുപോലെ തന്നെ 5.000001 അങ്ങനെ അത് അടുത്തടുത്ത് 5ലേക്ക് വരുന്നു. രണ്ട് കേസും ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലിമിറ്റ് x → 0 എന്ന് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. x → 0 എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമല്ല, ഇത് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. ലിമിറ്റ് x → 2 1 ഡിവൈഡഡ് ബൈ x-2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ x → 0 എന്ന സമയത്ത് x² വാല്യൂ എന്താവും?
എക്സ് എന്നുള്ളത് 0 ആയിട്ട് പോകും അല്ലേ? ഇവിടെ എക്സ് ടെൻസ് ടു ആവുന്ന സമയത്ത് എക്സ് മൈനസ് ടുവിന്റെ വാല്യൂ എന്താവും? 0 എന്നാവും. ഈ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ റീറൈറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് മൈനസ് ടു ടെൻസ് ടു 0 1/(x - 2) അല്ലേ? സെയിം തന്നെ ആയല്ലേ? ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, കുറച്ചുകൂടി നല്ല ഡിഫിക്കൽട്ട് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വേറൊരു അപ്രോച്ചിൽ വേണത് ചെയ്യുവാനായിട്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ നോക്കുക. ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരില്ല. ഇപ്പോൾ എക്സ് ടെൻസ് ടു 2, അഥവാ എക്സിന്റെ വാല്യൂ 2 ആവുന്ന സമയത്ത് എന്താണ് വാല്യൂ കിട്ടും നോക്കുക. 2² അല്ലേ? 2 × 2² 4 പ്ലസ് 2⁻³ - 2 അഥവാ 2⁻1 പ്ലസ് 2 -6. എന്തായാലും ന്യൂമറേറ്റർ 0 കിട്ടിയിട്ടുണ്ട്. ഡിനോമിനേറ്റർ √2 2⁻⁻x is equal to 2⁻⁻x (| 1/2). ഓക്കെ, ഇനി എക്സിന് പകരമായിട്ട് 2 കൊടുത്തു കഴിഞ്ഞാൽ 2⁻⁻2 (| 1/2) അഥവാ 2⁻⁻1. 2⁻⁻1 അങ്ങനെ എഴുതാം. 2⁻⁻1 എഴുതാം. നെക്സ്റ്റ് വാല്യൂ നോക്കിക്കേ, 2 ആണ്. 2⁻1 - 2 ഇത് കിട്ടും 2⁻1. ഓക്കെ, സോ 0/0 ഫോർമാറ്റ്. 0/0 ഫോർമാറ്റ് ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലോപിത്തൽ റൂൾ അപ്ലൈ ചെയ്യാം. അതിനർത്ഥം 0/0 ഫോർമാറ്റ് കിട്ടി അപ്പോൾ തന്നെ ലോപിത്തൽ റൂൾ അപ്ലൈ ചെയ്യണമെന്നല്ല. നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് സമയം നോക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ പോയി കഴിഞ്ഞാലും സമയം എടുക്കും. ലോപിത്തൽ റൂൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാലും സമയം എടുക്കും. ലോപിത്തൽ റൂൾ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ആവണം. എന്ത് ഡെറിവേറ്റീവ്? 2⁻x. a⁻x ഡെറിവേറ്റീവ് ഓർമ്മയുണ്ടോ? a⁻x ഡെറിവേറ്റീവ് d/dx of a⁻x is equal to natural logarithm of a into a⁻x. ഓക്കെ, അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഈ ഒരു പവേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അത് ചെയ്തു വരുന്ന സമയത്ത് എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ചെയ്തു നോക്കാം. സമയമെടുക്കും, എന്തായാലും സമയമെടുക്കും. ഇതല്ലാതെ ആണ് ചെയ്യേണ്ടത്, അതല്ലാതെ ഒരു മെത്തേഡിലാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, സോ എന്തായാലും ലോപിത്തൽ റൂൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും. 0/0 കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലോപിത്തൽ റൂൾ ചെയ്ത് നോക്കിക്കൂടെ? കാരണം അതാണ് ആ ഒരൊറ്റ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നൊരു ചിന്ത ഉണ്ടാകും. കുറച്ചും കൂടി ആദ്യഘട്ടങ്ങളിൽ നമുക്ക് അങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുക. അതായത് സമയം ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം എഴുതണമെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ഉത്തരം കിട്ടണമെന്നുള്ളതാണ്. സ്പീഡ് ആൻഡ് ആക്യുറസി എന്ന് പറയുന്ന സമയത്ത് അതിൽ ആക്യുറസി ഉണ്ടെങ്കിലും തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ശരിയായിട്ടുള്ള ഉത്തരം സമയം എടുത്തിട്ടാണെങ്കിൽ ശരിയായ ഉത്തരം കിട്ടണം. ഓക്കെ, അതല്ലാതെ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും നോക്കാം. a⁻x അഥവാ 2⁻x ഡെറിവേറ്റീവ് എന്താണ്? 2⁻x ഡെറിവേറ്റീവ് ഓരോന്നോരോന്ന് എടുക്കാം. ന്യൂമറേറ്ററിലെ ഡെറിവേറ്റീവ് ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. എന്താണ് കിട്ടുക? 2⁻x ഡെറിവേറ്റീവ് ലോഗ് നാച്ചുറൽ ലോഗരിതം ഓഫ് 2 ഇൻറ്റു 2⁻x പ്ലസ് 2⁻³ - x. അങ്ങനെ ചെയ്യും. 2⁻³ - x. സോ ഇവിടെ d/dx ഓഫ് a⁻³ (3 - x) is equal to natural logarithm of a into a⁻³ (3 - x) into 3 - x-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? ചെയിൻ റൂളൊക്കെ ഉണ്ടല്ലോ. 3 - x ഡെറിവേറ്റീവ് -1. ഓക്കെ, -1 കൂടി ഉണ്ടെന്ന് മാത്രം. സോ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും സൈൻ വരിക. നെഗറ്റീവ് നാച്ചുറൽ ലോഗരിതം ഓഫ് 2 ഇൻറ്റു 2⁻³ (3 - x) പ്ലസ് 0 ഡിവൈഡഡ് ബൈ ഇനി 2⁻⁻(x/2) 2⁻⁻(x/2)ന്റെ ഡെറിവേറ്റീവ് കാണണം. ഓക്കെ, അല്ലെങ്കിൽ 2⁻⁻(-1/2) അങ്ങനെ എടുക്കാമല്ലോ. 2⁻⁻(-1/2) (x) അങ്ങനെയൊക്കെ എടുക്കാം. അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. 2⁻⁻(-x/2) എന്ന് എടുക്കുന്നത് നല്ലത്. ദിസ് ഈക്വൽ ടു സെയിം മെത്തേഡ് തന്നെയാണ്. ഇവിടെ ലോഗ് ഓഫ് 2 ഇൻറ്റു 2⁻⁻. എക്സിൻ്റെ വാല്യൂ എന്താണ്? -x/2 അല്ലേ? -x/2 കഴിഞ്ഞില്ല. ഇൻറ്റു -x/2 ഡെറിവേറ്റീവ് ഡയറക്റ്റ് a⁻x ഡെറിവേറ്റീവ് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എഴുതിയാൽ മതി. ഇവിടെ എക്സിന്റെ തന്നെ വീണ്ടും ഫംഗ്ഷനാണ് വരുന്നത്. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. -x/2 ഡെറിവേറ്റീവ് -1/2 മൈനസ് 2⁻1 - x ഡെറിവേറ്റീവ് നാച്ചുറൽ ലോഗരിതം ഓഫ് 2 ഇൻറ്റു
2 raised to 1 minus x into 1 minus x ഡെറിവേറ്റീവ് -1. ഓക്കെ, സോ എല്ലാത്തിലും നാച്ചുറൽ ലോഗരിതം ഓഫ് 2 ഉണ്ട്, കളയാതെ. ഇസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 2 raised to x മൈനസ് 2 raised to എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തിരിച്ചങ്ങോട്ട് തന്നെ വന്നല്ലേ. 2 raised to minus x by 2 into minus 1 by 2 മൈനസ് മൈനസും പ്ലസ് ആയി, പ്ലസ് 2 raised to 1 minus x. നമ്മൾ എവിടെ ചെന്നോ അങ്ങോട്ട് തന്നെ, എവിടെയാണ് തുടങ്ങിയത് അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ചെറിയ വ്യത്യാസമൊക്കെ അവിടെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നല്ലേ? ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡിനോമിനേറ്റർ ഇപ്പോൾ 0 ആണോ? അല്ല, നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം എന്താ, ന്യൂമറേറ്റർ ഇപ്പോൾ 0 അല്ല, ബട്ട് എക്സ് ടെൻസ് ടു 2 ആ ഒരു ടൈംസ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. രക്ഷപ്പെട്ടിട്ടുണ്ട്. എക്സ് ടെൻസ് ടു എക്സ് ഇസ് ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 raised to 2 4, ഇവിടെ 2 raised to 3 minus 2, അപ്പോൾ അത് 2 minus 2 ഡിവൈഡർ ബൈ 2 raised to minus 2 by 2, അഥവാ എന്താണ് കിട്ടുക, 2 raised to minus 1 അഥവാ 1 by 2. 1 by 2 into minus 1 by 2 minus 1 by 4. ഓക്കെ, minus 1 by 4 പ്ലസ് 2 raised to 1 minus 2, 2 raised to minus 1 അഥവാ പ്ലസ് 1 by 2. ഓക്കെ, ഇത് പ്രശ്നമില്ലല്ലോ, പ്രശ്നം വന്നിട്ടില്ല. 2 ഡിവൈഡർ ബൈ മൈനസ് 1 by 4 പ്ലസ് 1 by 2, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്, 1 by മൈനസ് 1 by 4ഉം 1 by 2 നമുക്ക് 2 by 4 എന്ന് പറയാമല്ലോ. 2 by 4 പ്ലസ് മൈനസ് 1 by 2, സോ 1 by 4 വിച്ച് ഈസ് ഈക്വൽ ടു 8. ഓക്കെ, ഫൈനൽ വാല്യൂ എന്നുള്ളത് 8 എന്ന് ലഭിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി. ഇതാണ് ഒരു മെത്തേഡ്, ലഭിത്തോട് റൂൾ വെച്ചിട്ടുള്ള ഒരു മെത്തേഡ്. ഇനി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ 2 raised to x വെച്ചിട്ടുള്ള ഒരുപാട് ടേംസ് ഉണ്ട്. ഇപ്പോൾ 2 raised to 3 minus x ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 3 minus x is equal to 2 raised to 3 into 2 raised to minus x എന്ന് എഴുതാം. ഓക്കെ, അതുമില്ലെങ്കിൽ 2 raised to 3 into 1 divided by 2 raised to x എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഓക്കെ, ഇതുപോലെ ഇപ്പോൾ 2 raised to minus x, the square root of 2 raised to minus x നെയും എങ്ങനെ എഴുതാം? 1 divided by square root of 2 raised to x എന്ന് എഴുതാം. ഓക്കെ, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 1 divided by 2 raised to x ആണ് 2 raised to square root of 2 raised to minus x. അപ്പോൾ ആ രീതിയിൽ എല്ലാം 2 raised to x-ന്റെ ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കൊണ്ടുവരുന്നത്? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ suppose x tends to 2, that implies 2 raised to x tends to 4 അല്ലേ? എക്സിന്റെ വാല്യൂ 2ലേക്ക് ആയി കഴിഞ്ഞാൽ 2 raised to x എക്സിന്റെ വാല്യൂ 2ലേക്ക് ആവുന്നു. സോ 2 raised to 2 അഥവാ 4. സോ 2 raised to x tends to 4. So we let t is equal to 2 raised to x. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒന്ന് റേസ് ചെയ്യുകയാണ്. നമുക്ക് കുറച്ച് സ്ഥലം വേണം. നേരത്തെ ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി വേഗതയിൽ ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി വേഗതയിൽ ചെയ്യാന്നേ ഉള്ളൂ, അത്ര വേഗതയിൽ ചെയ്യാൻ പറ്റില്ല. സോ ആൻഡ് t ടെൻസ് ടു 4. സെയിം ക്വസ്റ്റ്യൻ തന്നെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് 2 raised to x അല്ലേ? എക്സ് മാറ്റി, ഇനി എക്സ് വെച്ചിട്ട് വേണ്ട. 2 raised to x വേണ്ട, t ഉപയോഗിച്ചാൽ മതി. ഇനി t ടെൻസ് ടു 4. ഓക്കെ, അപ്പോൾ t ടെൻസ് ടു 4 നമ്മൾ എടുക്കുകയാണ്. പിന്നെ ഈ ബാക്കിയുള്ള ടേംസ് നോക്കിക്കഴിഞ്ഞാൽ 2 raised to x എന്നുള്ളത് ഈ ടൈം എന്താണ്? t ആണ്. ഓക്കെ, സോ t പ്ലസ് 2 raised to 3 minus x എന്ന് എഴുതാം. 2 raised to 3 എന്താണ്? 8 ആണല്ലേ? സോ 8 ഡിവൈഡർ ബൈ 2 raised to minus x എങ്ങനെ എഴുതാം? ഇത് അറിയാൻ പറ്റില്ലേ? 2 raised to a പ്ലസ് b എന്നുള്ളത് 2 raised to a into 2 raised to b ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ 2 raised to 3 into 2 raised to minus x എന്ന് ഇങ്ങനെ എഴുതാൻ പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ 2 raised to 3 ഡിവൈഡർ ബൈ 2 raised to x എന്ന് എഴുതാം. സോ ദിസ് ഡിവൈഡർ ബൈ 2 raised to x അഥവാ t. ഓക്കെ, 8 ഡിവൈഡ് ബൈ t മൈനസ് 6 ഡിവൈഡർ ബൈ, ഇനി 2 raised to minus x എന്ന് എഴുതാന്ന് പറഞ്ഞത് 1 ഡിവൈഡർ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് t. ഓക്കെ, മൈനസ് 2 raised to 1 minus x നെ
2 ഇൻറ്റു 2 റേസ് ടു -6 എന്ന് എഴുതാം, അഥവാ 2 ഇൻറ്റു 1/t എന്ന് എഴുതാം. ഓക്കെ, കുറച്ചും കൂടി എളുപ്പത്തിലേക്ക് ആ ഒരു ക്വസ്റ്റ്യനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ന്യൂമറേറ്റർ അതുപോലെ തന്നെ ഡിനോമിനേറ്റർ നമുക്കൊരു കാര്യം ചെയ്യാം, ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ടി വെച്ച് ലെറ്റ്സ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ ടി. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു 4. എന്താണ് സംഭവിക്കുക? ടി സ്ക്വയർ അല്ലേ, ടി സ്ക്വയർ ആവില്ല ഇത്. ന്യൂമറേറ്ററിലെ വാല്യൂ എന്താവും? ടി സ്ക്വയർ മൈനസ് 6 ടി അല്ലേ, ഇവിടെ ടി സ്ക്വയർ ആവും. പിന്നെ ടി ഇൻറ്റു -6 6t ആവും. പിന്നെ പ്ലസ് ടി ഇൻറ്റു 8 ഡിവൈഡ് ബൈ ടി എന്നുള്ളത് +8 എന്നാവും. ഡിവൈഡർ ബൈ ഡിനോമിനേറ്റർ എടുത്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക? ടി ഇൻറ്റു 1/√2 അഥവാ റൂട്ട് ടി അഥവാ റൂട്ട് ടി. ടി ഇൻറ്റു 1 ഡിവൈഡ് ബൈ റൂട്ട് ടി -2. ഓക്കെ, ഇനി ജസ്റ്റ് ലൊപ്പിത്തൽ റൂളോ ഏതൊരു റൂൾ അപ്ലൈ ചെയ്യാം. കുറച്ചും കൂടി എളുപ്പത്തിലേക്ക് വന്നു. ലൊപ്പിത്തൽ റൂൾ അപ്ലൈ ചെയ്യാമല്ലോ. അപ്ലൈ ചെയ്തൂടെ? ലിമിറ്റ് ടി ടെൻസ് ടു 4 2t - 6 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 അഥവാ ടി റേസ് ടു 1/2 എന്താണ് ഡെറിവേറ്റീവ്? d/dt 1/2 ഇൻറ്റു ടി റേസ് ടു 1/2 - 1 അഥവാ -1/2. ഓക്കെ, -1/2. സോ 1 ഡിവൈഡ് ബൈ 2 √2. ഓക്കെ, -0. ഇനി ടി ടെൻസ് ടു 4. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 8 8 - 6 2 ഇൻറ്റു 2 അല്ലല്ലോ, 2 ഇൻറ്റു 4 8 8 - 6 2 ഡിവൈഡർ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 4 എത്രയാണ്? 2 ആണ്. 1 ഡിവൈഡർ ബൈ 2 ഇൻറ്റു 2 അഥവാ 1 ഡിവൈഡ് ബൈ 4 1/4 വിച്ച് ഈസ് ഈക്വൽ ടു 1/4 4 ന്യൂമറേറ്ററിലേക്ക് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 8. 2 ഇൻറ്റു 4 8 അഗെയിൻ 8. രണ്ട് മെത്തേഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ മെത്തേഡാണ് സാധാരണ രീതിയിൽ ചെയ്യേണ്ടത്. ലൊപ്പിത്തൽ റൂളൊക്കെ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് ഡെറിവേറ്റീവ് കാണാമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു മെത്തേഡിൽ ചെയ്യാവുന്നതാണ്.